ഈ വാജിവാഹനം എന്ന് പറയുന്ന പിച്ചളയിൽ തീർത്ത ഒരു സംഭവത്തെക്കുറിച്ച് ഇത്രയും വെറുതെ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഇതിപ്പോൾ വാർത്ത വരുന്നത് UDF നേതാക്കന്മാരും ഇതിൽ പ്രതികളാണ് എന്ന തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരാണ്? മാസറ്റുകാരാണ്. ഞങ്ങൾ ആരും സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടില്ല. അത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് 2012 അവ്യക്തമായ ഒരു ഓർഡറാണ്. ആ അവ്യക്തമായ ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തൊരർത്ഥമാണ്? ഒന്നാമത്തെ കാര്യം, ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം എന്നോട് അന്നത്തെ കമ്മീഷൻ വന്നിട്ടില്ല, സെക്രട്ടറി വന്നിട്ടില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ടില്ല, AO വന്നിട്ടില്ല, ചീഫ് എഞ്ചിനീയർ വന്നിട്ടില്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നിട്ടില്ല. ഒരാളും ലൈസൻസ് ഓഫീസർമാര്, വക്കീലുമാർ ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ഞങ്ങൾ പഴയ കീഴ്വഴക്കം അനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇത്രയും കാലം അനുവർത്തിച്ചു പോരുന്ന ആ തന്ത്ര സമുച്ചയത്തിലെ കീഴ്വഴക്കം അനുസരിച്ച് ആ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു. അത് തന്ത്രിയുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു, തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഇത് ഇത്ര ഈ സ്വർണം വിറ്റ് കാശ് വാങ്ങി കോടാനുകോടി രൂപയുടെ 2 ദ്വാരപാലക ശില്പങ്ങളെയും കള്ളപ്പടികളെയും അതുപോലെ വാതിലുകളെയും വിറ്റ് കാശ് വാങ്ങിയ ആളുകളുടെ ആ ഗ്രാവിറ്റി കളയാൻ വേണ്ടി ഞങ്ങളൊക്കെ ഈശ്വരവിശ്വാസികളാണ്. എല്ലാ വർഷവും എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഞങ്ങളെ പോലുള്ള ആളുകളെ നിരീശ്വരവാദികളുടെ കൂടെ കൂട്ടിക്കെട്ടുക ഒരു ശരിയായ കീഴ്വഴക്കമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെ മഗസർ എഴുതിയിട്ടുണ്ട്, അവിടെ മഗസറിലുണ്ടെല്ലാം. വാജ്യഭാഗത്തിന്റെ മൂല്യം എനിക്കറിയില്ല എങ്ങനെ കണക്കാക്കണമെന്ന്. എനിക്കറിയില്ല വാജ്യഭാഗത്തിന്റെ മൂല്യം അങ്ങനെ കണക്കാക്കാവുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഓരോ ആളുകളല്ലേ അതിന്റെ മൂല്യങ്ങളെ കുറിച്ച് കണക്കാക്കുന്നത്. വാജ്യഭാഗം ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഇപ്പോൾ അത് SIT അദ്ദേഹത്തെ പിടിച്ചെടുത്തിരിക്കുന്നു. കോടതി മൂല്യം കണക്കാക്കട്ടെ. ഇപ്പോൾ മൂല്യം ആക്കി കണക്കാക്കാമല്ലോ. അതിപ്പോൾ പൊതു സ്വത്തായിട്ടിരിക്കുകയാണ്. അതിന് മൂല്യം കണക്കാക്കിക്കൊള്ളൂ. അതിനെന്താ ഞങ്ങളേത് തെറ്റെന്ന കാര്യത്തിൽ ഞങ്ങൾ ആചാരങ്ങൾ, ഒരു കസ്റ്റം ഞങ്ങൾ അനുസരിച്ചു. ശബരിമലയിലല്ല, ഏത് അമ്പലങ്ങളിലാണെങ്കിലും ഒരു കസ്റ്റമുണ്ട്, ആചാരങ്ങളുണ്ട്. അത് ദേവസ്വം മാനുവലിൽ, ഇത് ദേവസ്വത്തിന്റെ സബ് ഗ്രൂപ്പ് മാനുവലിൽ, ഇത് പഴയ സബ് ഗ്രൂപ്പ് മാനുവൽ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2012 ഈ ഓർഡർ അവ്യക്തമായ ഒരു ഓർഡറാണ്. ഭൗതിക വസ്തുക്കൾ ദേവസ്വത്തിന്റെ പൊതുസ്വത്തായതിനാൽ കൊടുത്തു വരുന്ന ഭൗതിക വസ്തു ബിംബങ്ങൾ എന്നാണ് തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബിംബങ്ങൾ എന്നാണ്. ബിംബങ്ങൾക്ക് അവകാശി ആചാര്യനാണ്. ഒന്നും കൊടുത്തു വിടരുന്നുള്ള ഉത്തരവ് അവിടെയുള്ള ഓട്ടുപാത്രങ്ങളോ അല്ലെങ്കിൽ നിലവിളക്കുകളോ മറ്റു കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചായിരിക്കും എനിക്കറിയില്ല. ഇത് ബിംബങ്ങളാണ്. ബിംബങ്ങൾ ഈ തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും ഓവർകം ചെയ്യാൻ ഒരു ആക്കും കഴിയും. കോടതി പോലും അതിന് തയ്യാറാകാറില്ല, ദേവസ്വം ബോർഡ് തയ്യാറാകാറില്ല. അപ്പോൾ ആ ഓർഡർ ഒരു അവ്യക്തമായ ഓർഡറാണ്. ആ ഓർഡർ ചിലപ്പോൾ അത് ശരിയാണ്. ആ ഓർഡർ വെച്ച് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാമായിരുന്നു. ഇത് ദേവസ്വത്തിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാമായിരുന്നു. ആ ഒരു സാങ്കേതികത്വമല്ലേ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളാരും കട്ടുകൊണ്ടുപോയില്ലല്ലോ. 3,20,00,000 രൂപ ഫിനിക്സ് ഗ്രൂപ്പിൽ നിന്നും വാങ്ങി ഒരു സ്വർണം പൊതിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി ഹൈക്കോടതി നിയോഗിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ഓരോ ദിവസവും രാവിലെ ഇത്ര ഗ്രാം സ്വർണം, വൈകിട്ട് ഇത്ര ഗ്രാം സ്വർണം എന്ന് കണക്ക് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ചെലവ് മുഴുവൻ ഹൈക്കോടതിയിൽ കൊടുത്ത് ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു ചാനൽ പറഞ്ഞു അഷ്ടദിക്പാലകരെ കണ്ടുവെന്ന്. അഷ്ടദിക്പാലകരെയൊക്കെ അന്ന് ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണർക്ക് മഹസർ എഴുതി കൊടുത്ത് ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുന്നതാണ്. ഇവരെ എവിടെ കണ്ടു എന്ന് എനിക്കറിയില്ല. ആ അഷ്ടദിക്പാലകരെ സ്ട്രോങ് റൂമിൽ ഒളിച്ചു കയറിയോ എന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം അങ്ങനെ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളേതായാലും കൊള്ള ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച പോലെ എന്തിനാണ് ഞങ്ങളെ ക്രൂശിക്കാൻ തുടങ്ങിയിരിക്കുന്നത്?
എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത് തർക്കത്തിനില്ല. ഇപ്പോൾ ഈ വസ്തു SIT കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. കോടതി അതിന്റെ മൂല്യം കാണട്ടെ. നമുക്ക് ആ മൂല്യത്തെ കുറിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, വീഴ്ച ഞാനിപ്പോഴും പറയുന്നത് അത് തന്ത്രിക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് കസ്റ്റം. അത് തന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.